ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലൂസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അറേബ്യൻ ബ്രെഡ് പുഡിങ് റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്റർ പാൽ ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനൊരു 1/4 കപ്പ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടാക്കാൻ വെച്ച പാൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂൺ, അതായത് ഒരു 1/4 കപ്പോളം പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഷുഗറിൻ്റെ കുറവുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായ പാലിലോട്ട് കുറേശ്ശായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് കുറുക്കി എടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡുകൾ ഒന്ന് കട്ട് ചെയ്ത് കളയണം. ആ ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ബ്രെഡിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിവിടെ ഒരു 10 സ്ലൈസ് ബ്രെഡിൻ്റെക്കാൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ പുഡിങ്ങിന് ഉപയോഗിക്കുന്ന ഡിഷിൻ്റെ സൈസിനനുസരിച്ച് ബ്രെഡിൻ്റെ നമ്പറിൽ വ്യത്യാസം വരും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ട് ഒരു ക്രീം തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, അതൊന്ന് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക്, ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇതാണ് നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ലാസ്റ്റാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതൊന്ന് സെറ്റാക്കി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ സ്ലൈസസ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് ജസ്റ്റ് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി നമ്മൾ ബ്രെഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഫുള്ളായിട്ടൊന്ന് എല്ലാ സൈഡിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫ്രഷ് ക്രീമിൻ്റെയും കസ്റ്റാർഡിൻ്റെയും മിക്സ് ഇതിലോട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് പുഡിംഗ് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബദാമാണ് യൂസ് ചെയ്യുന്നത്. ബദാം, കാഷ്യൂ, പിസ്ത എല്ലാം വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 3 hours നമ്മൾ ഫ്രിഡ്ജിൽ ഒന്നും കൂടി ഒന്ന് വെച്ച് പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുഡിംഗ് നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് പുഡിംഗാണ് അറേബ്യൻ ബ്രെഡ് പുഡിംഗ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.